സർ, ഈ കൊല്ലം തേവലക്കരയിലുണ്ടായ വൈദ്യുതാഘാതമേറ്റ് മരിച്ച വിദ്യാർത്ഥിയുടെ മരണത്തെക്കുറിച്ച് മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചു എന്തെങ്കിലും പ്രതികരണമുണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭാവം ഉണ്ടായിരുന്നു, ഓ എന്നൊരു നീട്ടിയൊരു ഭാവം, ഓ എന്നൊരു പുച്ഛഭാവം. ഇത് ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം കാറിൽ കയറുകയും കൂടെ ഉണ്ടായിരുന്ന കുറേ വാലാട്ടികളുണ്ടല്ലോ, ഉറക്കെ കൂട്ടച്ചിരിയായിരുന്നു. മാധ്യമങ്ങൾ ചോദിച്ചത്, എന്താണ് സാർ, ഒരു മുഖ്യമന്ത്രിക്ക് ചേരുന്നതാണോ, കൂടെയുള്ള കൂട്ടാളികൾക്ക് ചേരുന്ന പരിപാടിയൊക്കെയാണോ ഇത്? അല്ല, അവർക്കാർക്കും അമ്മയും മക്കളും അനിയനും അനിയത്തിമാരും ഒന്നുമില്ലല്ലോ. എന്താ അവരുടെ പ്രസ്ഥാനത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു കുഴലൂത്ത് കവി ഉണ്ടല്ലോ, മനുഷ്യനാകണം മണ്ണാങ്കട്ടയാകണം എന്ന് പറയാൻ ഉളുപ്പുണ്ട് ഇവർക്കൊക്കെ. മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ നിനക്ക് ഞങ്ങൾ പേരിടുന്നു, അതാണ് മാർസിസം. മണ്ണാങ്കട്ട എടുത്ത് ഇതെല്ലാം കൂടി എടുത്ത് അവരുടെ തലയിലടിക്കണം, അതാണ് വേണ്ടത്. എഴുതിയവൻ്റെ തലയിലും അടിക്കണം, അതാണ്. മനുഷ്യനാകുന്നത് ഇവിടെയാണ്. മനുഷ്യരെ കൊല്ലുന്നതാണോ ഇവൻ്റെയൊക്കെ വിപ്ലവ കവിത എന്ന് പറയുന്നത്? അല്ല, ഇന്നലെ വേറൊരു സഖാത്തി പറഞ്ഞതാണ്, ഒരു മന്ത്രി പറഞ്ഞതാണ്, ആ കുട്ടി കയറിയിട്ടല്ലേ, കൊച്ചു കയറിയിട്ടില്ല. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും. അല്ല, ചിഞ്ചുറാണി. ചിഞ്ചുറാണി കൊള്ളാം, എല്ലാ റാണിമാരും കൊള്ളാമെന്നുള്ള റാണിമാരായിട്ട് ഇങ്ങനെ നടക്കുക. നമ്മൾ അതിശയം CPIയുടെ ഒരു മന്ത്രി ഇങ്ങനെ പറയുമോ എന്നാണ് കേട്ടോ. CPIക്കാർക്കാണ് അല്പം വെളിവുള്ളവരും മനുഷ്യ അനുകമ്പ ഉള്ളവരുമൊക്കെ. അതാണ് CPIയിലെ പൂർവ്വ നേതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അച്യുതമേനോനും PK വാസുദേവൻ നായരും ഒക്കെയുള്ള ആ ഒരു പരമ്പരയിൽപ്പെട്ടവരാണോ ചിഞ്ചുറാണി എന്നൊക്കെ നമ്മൾ അതിശയിച്ചു പോകും. ഇവരെ എന്തോ ഡാൻസ് കളിക്കുകയല്ലായിരുന്നു ആ സമയത്ത്. അല്ല, ഈ ഒരു അവസ്ഥയിൽ മുഖ്യമന്ത്രിയോടും CMA അങ്ങയുടെ പ്രതികരണം ഇതിനെപ്പറ്റി ഒന്ന് പറയും എന്ന് പറയുമ്പോൾ, ഒരു കുട്ടിയാണ്, കുട്ടിയുടെ ജീവൻ പോയിരിക്കുകയാണ്. ഇന്ന് ആ മാതാവ് എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങി അവരങ്ങ് വീഴുകയാണ്. സ്വന്തം സഹോദരിയാന്ന് തോന്നുന്നു, ഇളയ മകനെയും ചേർത്ത് പിടിച്ച ഒരു അമ്മയുടെ തേങ്ങൽ, അല്ലെങ്കിൽ ആ കുടുംബത്തിനുണ്ടായ നഷ്ടം എത്ര ലക്ഷങ്ങൾ ഇനി അവരുടെ കാൽ കീഴിൽ കൊണ്ടുവച്ചാലും തീരുമോ? ആരോഗ്യ മേഖലയിൽ ആ സ്ത്രീ മരണപ്പെട്ടത്, ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് അവരുടെ അമ്മയാണ്. അപ്പോൾ മറ്റുള്ളവർ പുറമേ നിന്ന് ഓർക്കുമ്പോൾ ഒരു മരണം, ഒരു അസ്വാഭാവിക മരണം ഇത്രേ തോന്നുന്നു, ഒറ്റപ്പെട്ട മരണം, ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ ഒരു ജീവൻ എന്ന് പറയുന്നത്, നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് മരണപ്പെടുമ്പോഴേ അതിൻ്റെ വ്യാപ്തി എന്താണെന്നുള്ള മനസ്സിലാവും. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ അമ്മ എയർപോർട്ടിൽ നിന്ന് വന്ന് അവർ കരഞ്ഞത്, സത്യം പറഞ്ഞാൽ ഞാൻ വല്ലാണ്ട് ഇത് വാർത്തയിൽ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം എൻ്റെ കുഞ്ഞിനെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ വളർത്തി പിച്ച വെച്ച് അല്ലെങ്കിൽ പ്രസവിച്ച് വളർത്തി അവരെ വലുതാക്കി അവരുടെ ഓരോ വളർച്ചയിലും അല്ലേ നമ്മൾ അതിശയിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു പരിധി എത്തുമ്പോൾ ആ കുഞ്ഞ് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതും പെട്ടെന്നുള്ളൊരു മരണമാകുമ്പോൾ ആ ആഘാതം ഒരാൾക്കും താങ്ങാൻ പറ്റില്ല. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ ഇദ്ദേഹം പോയി രാജിവെക്കേണ്ട സമയം കഴിഞ്ഞില്ലേ സാർ? ഇത് CMൻ്റെ അടുക്കൽ ചോദ്യങ്ങൾ ചോദിക്കാൻ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ കയ്യിലും കുറച്ച് കുഴപ്പമുണ്ട്. അവിടെ പോയി ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കരുത്. പണ്ട് കാലത്ത് ഈ അയ്യോ അങ്ങ് അടിയൻ അടിയൻ എന്നും പറഞ്ഞ് വായിക്കകത്ത് ഇങ്ങനെ കൈ അടുപ്പിച്ച് വെച്ച് വാല് ചുരുട്ടിയല്ല നിൽക്കേണ്ടത്. നല്ല സ്റ്റേണായിട്ട് നിൽക്കണം, ചോദിക്കണം, CM ഇതിനെന്താണ് ഉത്തരം പറയാനുള്ളത് എന്ന് കൃത്യമായിട്ട് ചോദിക്കണം. ആ ഒരു കമാൻഡിങ് പവർ ഉണ്ടായിരിക്കണം. പക്ഷെ അത് ഞാൻ ഈ ഇടയ്ക്ക് സാർ അത് പറഞ്ഞപ്പോഴാണ്, റിപ്പോർട്ടർ ചാനലിലെ ആണെന്ന് തോന്നുന്നു, എനിക്ക് ആരാണെന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല, ഇത്തരത്തിൽ മാസപ്പടി വിവാദ കേസുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം വെച്ചു. വെച്ചപ്പോൾ ഇത് മാസപ്പടി വിവാദ കേസിലല്ല, സ്വാഭാവികം അത് വെക്കത്തില്ലല്ലോ, വേറെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വെച്ചപ്പോൾ ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ താങ്കൾക്ക് ഇതിപ്പോൾ ചോദിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ മറ്റേത് എന്നും പറഞ്ഞ് CMA ഇത് നിങ്ങളുടെ ചാനൽ ഏതാ റിപ്പോർട്ടർ? റിപ്പോർട്ടർ CM ഇപ്പോൾ ചിരിച്ചോളൂ, ഈ ചിരി എല്ലാ ചാനലുകൾക്കും CM കൊടുക്കണം, കാരണം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ചോദിച്ചത്. CM ഇതിന് മറുപടി, അല്ല താങ്കൾ ഇത്ര മണിക്കൂറായിട്ട് ഇത് കേൾക്കുന്നുണ്ട്, 1 മണിക്കൂറായിട്ട്, അങ്ങനെയാണെങ്കിൽ കേൾക്കൂ എന്നാ പറഞ്ഞാൽ, എന്നാൽ പിന്നെ ഇതിൻ്റെയും കൂടെ ആൻസർ പറഞ്ഞിട്ട് CM പോകും എന്ന് ആ മാധ്യമം. അതിപ്പോൾ ഒരുപാട് പേരെടുത്ത് ട്രോളുന്നുണ്ട്. അത് കൃത്യമായിട്ട് അയാൾ അത് ചോദിക്കുക, അയാൾ അത് പറഞ്ഞിട്ട് CM എവിടുന്ന് പോകും. കാരണം ഞങ്ങൾക്ക് അറിയാനുള്ള ഇതുണ്ട്, അവകാശമുണ്ട്. ഞങ്ങളെന്ന് പറയുന്ന ജനങ്ങളാണ്, മാധ്യമം എന്ന് പറയുന്ന ജനങ്ങളാണ്, ജനങ്ങളുടെ ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മാധ്യമത്തിലൂടെയാണ് ചോദിക്കുന്നത്. നമ്മൾ മാപ്രകൾ എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും പുച്ഛിക്കുന്നുണ്ട്, പലരും ഫേക്ക് ന്യൂസുകൾ കൊടുക്കുന്നു, പലരും ഇത് ചെയ്യുന്നുണ്ട്, ഒക്കെ ശരിയാണ്.
പക്ഷേ ചില കാര്യങ്ങളിൽ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത് കൊണ്ടാണ് ഇവരുടെയൊക്കെ പല കാര്യങ്ങളും പുറത്തു വരുന്നത്. അതൊരു ഭാഗത്തുണ്ട്. അപ്പം ഒരു 70% മാധ്യമങ്ങൾ കുറച്ച് നന്മ ചെയ്യുമ്പോൾ 30% ചില മാധ്യമങ്ങൾ ചില കൊള്ളരുതായ്മകൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ, അത് അവരെ പണത്തിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുകൾക്ക് വേണ്ടിയിട്ട്, എന്ത് തന്നെ ആയിക്കോട്ടെ. പക്ഷേ ഇന്നിപ്പോൾ ഈ കുട്ടിയുടെ മരണം പോലും, അല്ലെങ്കിൽ ഇതിനിടെയുണ്ടായ ആ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞ് വീണ സംഭവം പോലും ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ 1-2 ചെറിയ പത്രങ്ങളിൽ ചുരുങ്ങുന്നതാണ് വലിയ രീതിയിൽ വാർത്തകൾ വന്നത്. അതിന് കാരണം എന്താണ്? ഇന്നത്തെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയൊക്കെ തന്നെയാണ്. അപ്പോൾ മാധ്യമങ്ങൾക്ക് കുറച്ചുകൂടി ജനങ്ങളും കൂടെ പ്രാധാന്യം കൊടുക്കണം. എന്നാലും ഇവർക്ക് സ്ട്രോങ് ആയിട്ട് ഇത്തരത്തിലുള്ള റിപ്പോർട്ടേഴ്സ് ചോദിക്കാൻ പറ്റും. റിപ്പോർട്ടേഴ്സ് കൃത്യമായിട്ട് ചോദിക്കണം. മന്ത്രിയാണെങ്കിലും CM ആണെങ്കിലും നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, ചോദിക്കേണ്ടത് കൃത്യമായിട്ടുള്ള ചോദ്യം. ആദ്യം മുമ്പിൽ ഇത് ചെയ്യേണ്ട കാര്യം മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റിനോ ഇല്ല. അതൊക്കെ പണ്ടത്തെയൊക്കെ മാധ്യമ പ്രവർത്തകരെയായിരുന്നു കണ്ടുപിടിക്കുന്നത്. എന്ത് സ്ട്രോങ് ആയിട്ടാണ് അവരൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അല്ലേ? അവരുടെ മുമ്പിൽ അത് പറയേണ്ടുന്ന ഉത്തരവാദിത്തം അവരുണ്ട്. അവരധികം സ്കിപ്പ് ചെയ്യത്തില്ല. ഇത് പുച്ഛഭാവമാണ് മന്ത്രിമാർക്ക്. വീണ ജോർജിൻ്റെയൊക്കെ അടുത്ത് ഏഷ്യാനെറ്റൊക്കെ കൊണ്ടുവന്ന ഞങ്ങൾക്ക് സൗകര്യമില്ല ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. സൗകര്യമില്ല പറയും, ഇങ്ങനെയൊക്കെയാണ്. അത് ഒരു ഭാഗത്ത് എനിക്ക് തോന്നുന്നു ഈ ഇപ്പോഴത്തെ ജേർണലിസ്റ്റ് ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരുടെ കഴിവുകേടായിട്ടാണ് ഞാൻ കാണുന്നത്. അത് എപ്പോഴും ഒരു കമാൻഡിങ് പവർ വേണം. ചോദ്യം ചോദിക്കുമ്പോൾ ഇപ്പം ഇത് തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകരാകുമ്പോൾ അല്പം കൂടെ പവർ വേണം. ഈ മറ്റ് ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രാദേശിക ഇടങ്ങളിലും ഒക്കെ ഈ മാധ്യമപ്രവർത്തകർ പോയി ഓച്ചാനിച്ച് നിൽക്കാറുണ്ട്. ഇപ്പം ജയരാജനോടൊക്കെ ജയേട്ടാ എന്നൊക്കെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പോയി നിന്ന് വിളിക്കുന്ന മാധ്യമപ്രവർത്തകർ വെറും ഓച്ചന്മാരാണെന്ന് ഞാൻ പറയും. വെറും ഓച്ചന്മാർ, ഉണ്ണാക്കന്മാരെന്ന് തന്നെ പറയേണ്ടി വരും. മിസ്റ്റർ പിണറായി എന്ന് ചോദിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മിസ്റ്റർ CM. സഖാവെന്ന് പറഞ്ഞ് ചോദിക്കണ്ട, കാരണം ഒഫീഷ്യലാണ്. മിസ്റ്റർ CM ആ കമാൻഡിങ് പവറിനകത്ത് നിൽക്കും. അപ്പോൾ അവിടെ വെച്ച് ഉത്തരം എന്തോ ആയിക്കൊള്ളട്ടെ. അപ്പൊ ഈ ഓ എന്ന് പറഞ്ഞിട്ട് പോയപ്പോ കുറെ കിങ്കരന്മാർ അല്ലേ, കില്ലാടികൾ, അവിടെയും ചോദ്യങ്ങൾ ചോദിക്കും. ഇതിനകത്ത് ഇവർക്ക് കഴിവ് കെട്ടുപോകുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഇവര് ഈ ഇങ്ങനെ വിടുന്നവരെയൊക്കെ തന്നെ വലിയ പരിശീലനം കിട്ടാത്തവരാണ്. അതാണ് ആദ്യം. അല്ല, ഈ എന്നുള്ള ചോദ്യം ഇത് ഏത് ചാനലാണോ ചോദിച്ചാൽ അടുത്ത തവണ CM-നെ കാണുമ്പോൾ ചോദിക്കാം, CM ഞാൻ ഇന്ന രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചാൽ അങ്ങയുടെ മറുപടി ഈ ഒരു എന്നുള്ള ഒരു മറുപടിയാണോ CM കൊടുക്കേണ്ടുന്നത്? ഒരു മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് ഇരുന്ന് അങ്ങ് കൊടുക്കേണ്ടുന്ന മറുപടിയാണോ? അല്ലെങ്കിൽ ഇങ്ങനെ പറയായിരുന്നല്ലോ, മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ പറയായിരുന്നല്ലോ, ഞാൻ അടുത്ത വാർത്താ സമ്മേളനം വിളിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ ഇതിന് കൃത്യമായ മറുപടി തരാം, ഞാനിപ്പോൾ മറ്റൊരു കാര്യത്തിന് ഇറങ്ങുക. ഇതെല്ലാം ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. പോലും അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇതുപോലൊരു ധാരണാന്തി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഈ എന്ന പറച്ചില് സത്യം എനിക്ക് വെറുത്തു പോവുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ തന്നെ ശരിയാണ്, അദ്ദേഹത്തെ വെറുത്തു പോകും. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും വെറുത്തു പോകും. ഇതിനകത്ത് ഒരു കമാൻഡിങ് പവർ വരികയും ഒപ്പം ബഹുമാനവും വേണം. CM-നോടാണ് സംസാരിക്കുന്നത്, ബഹുമാനത്തോടുകൂടി കമാൻഡിങ് പവറോടുകൂടി ജഡ്ജിയുടെ ഒരു പവറോടുകൂടി തന്നെ നിർത്തണം. ആ ചോദ്യത്തിനും ആ മൈക്കിൻ്റെ മുമ്പിൽ വരച്ച വരയിൽ നിർത്താൻ കഴിയണം. അല്ലാതെ ഈ വന്നിരിക്കുന്ന കുറേ കില്ലാടിമാരെ ഒന്നും വകവയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ സുരക്ഷ നോക്കിക്കൊണ്ടാൽ മതി. ഇപ്പം എപ്പോഴും നമ്മൾ CM-ൻ്റെ അടുക്കലേക്ക് മൈക്കുമായിട്ട് മാധ്യമപ്രവർത്തകർ പോകാൻ പാടില്ല. കാരണം അത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ, അവസരം വരുമ്പോൾ ഈ ചോദ്യം മുൾമുനയിൽ നിർത്തുന്നതായിരിക്കണം, വളരെ ഷാർപ്പായിരിക്കണം. ഇതാണ് പഠിപ്പിച്ചു വിടേണ്ടത്. അമേരിക്കയിലെ ഇത് ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി എന്തെല്ലാം വിഷയങ്ങളുണ്ടായി. ഒരു വാർത്താ സമ്മേളനം വെച്ചോ? അദ്ദേഹത്തെ കാണാനുണ്ട്. അദ്ദേഹം എവിടെ പോയി? അദ്ദേഹം എവിടേക്കാണ് മുങ്ങിയത്? കാരണം നേരത്തെ മറ്റേ ചൈനയിലെ പ്രസിഡന്റാണ് ഇത്തരത്തിൽ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് വാർത്ത വന്നിരുന്നത്. ഇതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രിയും കാണാനില്ല. ഇത്തരത്തിലാണ് ഇപ്പോൾ പോകുന്നത്. കാരണം ഇത്രയും വിഷയം, കോട്ടയം മെഡിക്കൽ കോളേജിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇദ്ദേഹം പോയതാ ചികിത്സയ്ക്ക്. പിന്നെ അങ്ങേര് തിരിച്ചെത്തുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം തുടരെ എത്ര വിഷയങ്ങളുണ്ടായി. അതിന് ഈ ഇദ്ദേഹം പോയ സമയത്ത് എന്തെല്ലാം ഉണ്ടായി? ഇദ്ദേഹം പോയ സമയത്ത് വലിയ വിഷയങ്ങളുണ്ടായിട്ടുള്ളത്. ഇതിനൊക്കെ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? യാതൊന്നും പറയാനില്ല. ഇപ്പൊ ഈ കുട്ടിയുടെ മരണം ഒന്നും പറയാനില്ല. വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടുന്നില്ല. അദ്ദേഹത്തിന് വയ്യെങ്കിൽ അദ്ദേഹത്തിന് കൂടെയുള്ള ആൾക്കാർ വിളിച്ചു കൂട്ടണം, മന്ത്രിമാർ വിളിച്ചു കൂട്ടി വാർത്താ സമ്മേളനം വെക്കണം, അല്ലെങ്കിൽ സഭ കൂടണം. അത്യാവശ്യ ഘട്ടങ്ങളിലാണല്ലോ അത് കൂടേണ്ടുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ യാതൊരു ഇതുമില്ലാതെ മുഖ്യമന്ത്രിയുടെ ഈ ഒരു ധാർഷ്ട്യം, ഇതാണ് ഇദ്ദേഹത്തിന്റെ വൻ പരാജയം. CPM-ന്റെ വലിയ പരാജയമാണ്, LDF സർക്കാരിന്റെ വലിയ പരാജയമാണ്. എന്ത് തന്നെയല്ല സാർ, ഇദ്ദേഹം ഈ കടക്ക് പുറത്തുനിന്നുള്ള ഇദ്ദേഹത്തിന്റെ നിലപാട് ഇപ്പോൾ കുറച്ചുകൂടി അതിക്രമിച്ചിരിക്കുകയാണ്.
ഒരു മരണം എന്നൊക്കെ പറയുമ്പം അത് അവിടെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാം അത് ഞാൻ പിന്നീട് സംസാരിക്കാം, എനിക്കും അതിൽ ഖേദമുണ്ട്. അങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടുന്നത്. ഇദ്ദേഹം എങ്ങോട്ടാണ് ഇദ്ദേഹത്തിന് പോകുക? ഇദ്ദേഹത്തിന് പ്രായമായതോടുകൂടി ഇദ്ദേഹത്തിന് എന്ത് സംസാരിക്കണം, എന്ത് ഇത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അതോ അദ്ദേഹത്തിന് കിട്ടാനുള്ള എല്ലാം അദ്ദേഹത്തിന് കിട്ടി, മുഖ്യമന്ത്രി പദവിയും അദ്ദേഹത്തിന് ലാഭം ഉണ്ടാക്കേണ്ടതെന്ന് എല്ലാം അദ്ദേഹം ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി 8 മാസമേ ഉള്ളൂ, ഇനി എന്തായാലും എന്താ നിന്നോടൊന്നും എനിക്ക് സൗകര്യമില്ല സംസാരിക്കാൻ, എന്താണെന്ന് വെച്ചാൽ ചെയ്യാ എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ ശരീരഭാഷ തന്നെയല്ലേ. ശരി, ഇനി എനിക്കൊന്നുമില്ല. സത്യം പറഞ്ഞാൽ അത് പാർട്ടി ഇന്ന് മരിക്കുന്നില്ല, മുഖ്യമന്ത്രി ഇന്ന് പോകും. പക്ഷേ CPM എന്ന് പറയുന്ന പാർട്ടി ഇനിയും മുൻപോട്ട് പോകാനുള്ളതായിരിക്കാം. ഒരു പക്ഷേ പിണറായിക്ക് ഇത് അവസാനത്തെ ഇതായിരിക്കാം. പക്ഷേ വരുന്ന തലമുറകൾക്ക് ഇതൊക്കെ ഇതിനൊക്കെ ചോദ്യം ചെയ്യേണ്ടുന്ന സമയം കഴിഞ്ഞു. ഒരു യുവനിരയുണ്ടല്ലോ, ചോദ്യം ചെയ്യണം CM-നെ, ചോദ്യം ചെയ്യണം, ഗോവിന്ദൻ മാഷിനെ ചോദ്യം ചെയ്യണം. കാരണം പാർട്ടിയുടെ ലീഡർ, പാർട്ടിയെ പ്രതിപാദിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് CM എന്ന് പറയുന്നത്. അല്ലാതെ പിണറായി വിജയൻ അല്ല പാർട്ടിയെ നോക്കുന്നത്. പാർട്ടിയാണ് പിണറായി വിജയന്റെ വാക്കുകൾ കേൾക്കേണ്ടത്, പാർട്ടിയുടെ വാക്കുകളാണ് പിണറായി വിജയൻ കേൾക്കേണ്ടത്. ഇതിപ്പോൾ പാർട്ടിക്ക് തന്നെ. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി പിണറായി വിജയന്റെ കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് തീരും, എനിക്ക് തോന്നുന്നു അതായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇവർ ഈ അവസാന ഘട്ടം ഇനി എന്തു ആവാന്നുള്ള രീതിയിൽ